ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സം സോഷ്യോളജി എക്കണോമിക്സുകാരുടെ രണ്ട് കൂട്ടർക്കുണ്ട്. BA എക്കണോമിക്സ് ആൻഡ് BA സോഷ്യോളജിക്കാർക്കുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ വിവരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോസിലൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് ഹാരപ്പൻ സൊസൈറ്റീസാണ്, ഹാരപ്പൻ സമൂഹങ്ങളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തലാണ്. 1826 ചാൾസ് മേസൺ പടിഞ്ഞാറൻ പഞ്ചാബിലെ, അതായത് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഹാരപ്പ സന്ദർശിക്കുകയും മതിലുകളും ഗോപുരങ്ങളും ഉള്ള ഒരു പുരാതന വാസസ്ഥലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 1872 അലക്സാണ്ടർ കണ്ണിങ്ഹാം നടത്തിയ പര്യവേക്ഷണം നഗരത്തിൻ്റെ വളരെ പഴയ ഉത്ഭവം വെളിപ്പെടുത്തി. 1920കളിൽ ഹാരപ്പയിലും മോഹൻജദാരോയിലും ആരംഭിച്ച ഉത്ഖനനങ്ങൾ ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കൊപ്പം ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലെയും പോലെ പുരാതനമായൊരു നാഗരികതയുടെ തെളിവുകൾ കണ്ടെത്തി. എങ്കിലും ഹാരപ്പൻ ലിപി ഇന്നേവരെ വ്യക്തമായിട്ടില്ല. ഹാരപ്പൻ നാഗരികത വെങ്കല യുഗത്തിലാണ് അഭിവൃദ്ധി പ്രാപിച്ചത് എന്ന് കരുതപ്പെടുന്നു. വാസസ്ഥലങ്ങൾ ഇനിയും പര്യവേഷണം ചെയ്യാനുണ്ട് എന്നാണ്. അതായത് ഇപ്പോഴും അതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ വിശകലനം സൂചിപ്പിക്കുന്നത് ഹാരപ്പൻ നഗരങ്ങളിലെ ജനങ്ങളിൽ പ്രോട്ടോ ആസ്ട്രലോയിഡ്, മംഗളോയിഡ്, അതുപോലെ മെഡിറ്ററേനിയൻ, ആൽപൈൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് വൈവിധ്യമാർന്ന പ്രാദേശിക സമൂഹങ്ങളിലേക്ക് സൂചന നൽകും. ഇനി ക്രോണോളജി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികതയുടെ കാലഗണന. ഹാരപ്പൻ നാഗരികതയെ പൊതുവെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യകാല ഹാരപ്പൻ ഘട്ടം BC 3500 മുതൽ BC 2600 വരെയുള്ളത്. രണ്ടാമത്തത് പക്വമായ ഹാരപ്പൻ ഘട്ടം അല്ലെങ്കിൽ മെച്ചുവേർഡ് ഹാരപ്പൻ ഫേസ് എന്ന് പറയും. അത് BC 2600 മുതൽ BC 1900 വരെ. മൂന്നാമത്തത് അവസാന ഹാരപ്പൻ ഘട്ടം അല്ലെങ്കിൽ ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്ന് പറയും. 1900 മുതൽ BC 1700 വരെയുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓരോ ഘട്ടങ്ങളും നോക്കാം. ഈ ആദ്യകാല ഹാരപ്പൻ ഘട്ടത്തിൽ ചെളി ഘടനകൾ, അതുപോലെ അടിസ്ഥാന വ്യാപാര ശൃംഖലകൾ, കലയുടെയും കരകൗശലത്തിൻ്റെയൊക്കെ വസ്തുക്കളുടെയൊക്കെ വികസനം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാന നഗരാസൂത്രണം നടപ്പിലാക്കുക. ആ വക കാര്യങ്ങളിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നഗരാസൂത്രണം നടപ്പിലാക്കിയ ഒരു ഘട്ടമാണ്. രണ്ടാമത്തത് പക്വമായ ഹാരപ്പൻ ഘട്ടം എന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ ആസൂത്രിത നഗരങ്ങളും അതുപോലെ തന്നെ നന്നായി വികസിച്ച പട്ടണങ്ങളും ചുട്ട ഇഷ്ടികയുടെ ഘടനകൾ, വിപുലമായ വ്യാപാര ശൃംഖലകൾ, വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കൾ, അതുപോലെയുള്ള മറ്റ് സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്നിവ കണ്ട ഒരു കാലഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടമായ അവസാന ഹാരപ്പൻ ഘട്ടത്തിൽ നാഗരികതയുടെ തകർച്ചയെ അടയാളപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ്. പല നഗരങ്ങളും വ്യാപാരത്തിലെ ഇടിവും നഗര സ്വഭാവങ്ങളുടെ ക്രമാനുഗതമായ തകർച്ചയും കണക്കാക്കിയ ഒരു കാലഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. ഇതാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘട്ടങ്ങൾ. ഇനി ജിയോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികതയുടെ ഭൂമിശാസ്ത്രപരമായ എക്സ്റ്റെൻറ്റ്, വ്യാപ്തിയാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഹാരപ്പൻ നാഗരികത പ്രധാനമായിട്ടും അഭിവൃദ്ധിപ്പെട്ടത്. ഇത് 13,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പടിഞ്ഞാറ് ബലൂചിസ്ഥാനിലെ മക്രാൻ തീരം മുതൽ വടക്ക് കിഴക്ക് മീററ്റ്, വടക്ക് ജമ്മു, തെക്ക് നർമ്മദ താഴ്വര എന്നിവിടങ്ങളിൽ ഇതിൻ്റെ അതിരുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ഈ നാഗരികതയുടെ പ്രധാന സ്ഥലങ്ങൾ ജമ്മു കാശ്മീരിലെ മാൻഡ, ഷോർത്തുഖായി എന്നിവ ഉൾപ്പെടുന്നതാണ്. ഹാരപ്പൻ നാഗരികതയുടെ ഏറ്റവും പടിഞ്ഞാറും കിഴക്കും അറ്റത്തുള്ള സ്ഥലങ്ങളാണ് മക്രാൻ തീരത്തുള്ള സുത്കഗന്തോർ എന്ന് പറയും കേട്ടോ. സുത്കഗന്തോർ, പടിഞ്ഞാറ് ഉത്തർപ്രദേശിലെ ആലങ്കിർപൂർ എന്നിവ. ഹാരപ്പ, കാളിബംഗൻ, മോഹൻജദാരോ എന്നിവ ഉൾപ്പെടുന്ന ഈ നാഗരികതയുടെ ഹൃദയഭാഗം സിന്ധു നദിക്കും അതുപോലെ അതിൻ്റെ പോഷക നദികൾക്കും സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണിൻ്റെ തരം, കാലാവസ്ഥ, ഉപജീവന രീതികൾ എന്നിങ്ങനെയുള്ള ഏകീകൃത സവിശേഷതകൾ കാരണം ഭൂരിഭാഗം ജനവാസ കേന്ദ്രങ്ങളും ഈ പ്രദേശത്താണ് കേന്ദ്രീകരിച്ചിരുന്നത്. ഹാരപ്പൻ നാഗരികത ഇരുമ്പ് ഉപയോഗിച്ചിരുന്നതെന്ന് പുരാവസ്തു ഗവേഷകർ സ്ഥാപിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഇരുമ്പ് ഉപയോഗം ആരംഭിച്ചത് BC 2ാം സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇരുമ്പ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഉപയോഗിച്ചിരിക്കില്ല എന്നാണ് ഗവേഷകരുടെ ഒരു ധാരണ. ഇനി ഹാരപ്പൻ സിറ്റീസ്, ഹാരപ്പൻ നഗരങ്ങളെക്കുറിച്ച്, പ്രധാന നഗരങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഹാരപ്പൻ പ്രദേശങ്ങൾ ഇനിയും കണ്ടെത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം അവിടെ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് പര്യവേഷണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ നാഗരികതയെ മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന തടസ്സം വ്യക്തമല്ലാത്തവരുടെ ലിപിയാണ്.
അപ്പോൾ അതായത് ആ ലിപി വായിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്നും ലിപി ഉണ്ട്, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, വായിച്ച് മനസ്സിലാക്കാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹാരപ്പയാണ് ഒരു നഗരം. ഫസ്റ്റ് വരുന്നത് ഹാരപ്പ. ഖനനം നടത്തിയ ആദ്യത്തെ സ്ഥലവും ഏതന്നെയാണ്? ഹാരപ്പയാണ്. അത് കണ്ടെത്തലനുസരിച്ച് പ്രാഥമികമായിട്ട് ഒരു പട്ടണമായിട്ടാണ് ഹാരപ്പയെ കണക്കാക്കുന്നത്. പടിഞ്ഞാറൻ പഞ്ചാബിലെ രവി നദിയുടെ തീരത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പയെ പുരാവസ്തു ഗവേഷകരായ ദയാറാം സാഹിനിയും അതുപോലെ MS വാട്സും മോർട്ടിമർ വീലർ എന്നിവർ 1921 കണ്ടെത്തി. ഏകദേശം 3 മൈൽ ചതുരശ്ര ചുറ്റളവിലാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്. ഹാരപ്പയിലെ ജനസംഖ്യയുടെ ഗണ്യമായൊരു ഭാഗം ഭരണം, വ്യാപാരം, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഇനി മറ്റൊന്നാണ് മോഹൻജദാരോ. ഹരപ്പൻ നാഗരികതയിലെ ഏറ്റവും വലിയ നഗരമാണ് മോഹൻജദാരോ. ജനസംഖ്യ ഏകദേശം 35,000 ആണെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സിന്ധു നദിയുടെ തീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഹാരപ്പ പറഞ്ഞ എവിടെയാണ്? രവി നദിയുടെ, സിന്ധുവിൻ്റെ പോഷക നദിയായ രവി നദിയുടെ തീരത്താണ്. സിന്ധു നദിയുടെ തീരത്ത് തന്നെയാണ് മോഹൻജദാരോ ഉള്ളത്. അതിൻ്റെ ഉത്ഖനനം 1922 ജോൺ മാർഷൽ, RD ബാനർജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഇതിൻ്റെ മോഹൻജദാരോയുടെ ഉത്ഖനനം നഗരാസൂത്രണത്തിൻ്റെ സുപ്രധാന തെളിവുകൾ ഈ സൈറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി മുദ്രകളും മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കാളിബംഗനാണ് മറ്റൊരു നഗരം. രാജസ്ഥാനിലെ ഗഗ്ഗർ നദിയുടെ തീരത്താണ് കാളിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. 1960കളിൽ BK താപ്പറാണ് ഈ സൈറ്റ് കുഴിച്ചെടുത്തത് അല്ലെങ്കിൽ കണ്ടെടുത്തത്. ഹാരപ്പന് മുമ്പുള്ള ചില തെളിവുകളും ഈ സൈറ്റിൽ, അതായത് ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പുള്ള ചില തെളിവുകളിലും ഈ സൈറ്റിനെ കുറിച്ച്, അതായത് ഈ കാളിബംഗൻ എന്ന സൈറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഹരിയാനയിലെ സിസ്വാള്, അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ആലങ്കർപൂർ തുടങ്ങിയ വാസസ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി ലോത്തലാണ് മറ്റൊരു നഗരം. SR റാവു കണ്ടെത്തിയ മറ്റൊരു പ്രധാന ഹാരപ്പൻ നഗരമാണ് ഗുജറാത്തിലെ ലോത്തൽ. ലോത്തൽ അതിൻ്റെ ഡോക്യാർഡ് പറഞ്ഞാൽ എന്താ? കപ്പൽ നങ്കൂരമിടാനുള്ള പ്രത്യേകത. അതായത് ഒരു തുറമുഖ നഗരമായിരുന്നു ലോത്തൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പശ്ചിമേഷ്യൻ പ്രദേശങ്ങളുമായുള്ള വ്യാപാരം ഔട്ട്പോസ്റ്റ് ചെയ്യുന്ന നിലയിൽ അതിന് പ്രത്യേക ഒരു സ്ഥാനം തന്നെയുണ്ട് ലോത്തലിന്. ഇനി അർബൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് സിറ്റീസ്. സിന്ധു നഗരങ്ങളുടെ നഗര സവിശേഷതകൾ. ഹരപ്പ നഗരവൽക്കരണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അവരുടെ ചിട്ടയായ നഗരാസൂത്രണമാണ്. പ്രത്യേകിച്ച് ഹാരപ്പ, മോഹൻജദാരോ, കാളിബംഗൻ എന്നിവിടങ്ങളിലാണ് ഇത് കാണാൻ കഴിയുന്നത്. ഈ നഗരങ്ങൾ നഗര രൂപകൽപ്പനയിൽ ഒരു ഏകീകൃത സ്വഭാവം കാണിച്ചിരുന്നു. ഇനി അർബൻ പ്ലാനിങ്, അവരുടെ നഗരാസൂത്രണം. ഹാരപ്പൻ നഗരാസൂത്രണത്തിൽ തെരുവുകൾ അവിഭാജ്യമാണ്. അതായത് റോഡുകളുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾക്കനുസൃതമായി വാസസ്ഥലങ്ങൾ സ്ഥാപിച്ചു. പ്രധാന തെരുവുകൾക്ക് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, വലത് കോണുകളിൽ വിഭജിച്ച് ഇങ്ങനെ ഒരു ഗ്രിഡ് രൂപത്തിലാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്, വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇനി സിറ്റാഡലാണ്, കോട്ട. ഓരോ നഗരവും 2 പ്രധാന മേഖലകളായിട്ട് തിരിച്ചിരുന്നു. കോട്ടയും താഴ്ന്ന നഗരങ്ങളുമാണത്. അതായത് കോട്ടപ്പ ഉയർന്ന ഭാഗത്ത്, താഴ്ന്ന ഭാഗത്ത് നഗരങ്ങൾ. സാധാരണയായിട്ട് മണ്ണിഷ്ടികൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റാഡൽ അഥവാ കോട്ട ഭരണപരമായ കെട്ടിടങ്ങൾ അതിനകത്താണ് ഉണ്ടായിരുന്നത്. താഴത്തെ നഗരം പ്രാഥമികമായിട്ട് താമസ സ്ഥലമായിരുന്നു, അതായത് ആളുകൾക്ക് താമസിക്കാനുള്ള ഏരിയ ആയിരുന്നു. ഹാരപ്പയിലും മോഹൻജദാരോയിലും കോട്ടയ്ക്ക് ചുറ്റും ഇഷ്ടിക ചുവരുകളും ഉണ്ടായിരുന്നു. കാളിബംഗനിൽ 2 ഭാഗങ്ങളിലും ചുവരുകൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ ലോത്തലിലെ ഈ വിഭജനം ഉണ്ടായിരുന്നില്ല. പകരം ഒരു ഇഷ്ടിക മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ചതുരാകൃതിയിലുള്ള വാസസ്ഥലമാണ് ലോത്തലിൽ ഉണ്ടായിരുന്നത്. ഇനി ബ്രിക്ക് മേക്കിംഗ് ആണ്, ഇഷ്ടിക നിർമ്മാണം. ഹാരപ്പൻ നിർമ്മാണത്തിൽ ചുട്ടുപഴുത്തതും ചുടാത്തതുമായ ഇഷ്ടികകൾ ഉപയോഗിച്ചിരുന്നു. മോഹൻജദാരോയിൽ ചുട്ടുപഴുത്ത ഇഷ്ടികകളും കാളിബംഗനിലെ മണ്ണിഷ്ടികകളും കൂടുതലായിട്ട് ഉപയോഗിച്ചു. ഒരു മുറി യൂണിറ്റുകൾ മുതൽ മുറ്റങ്ങളും ഒന്നിലധികം മുറികളുമുള്ള വലിയ വസതികൾ വരെ ഇവരുടെ വീടുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വലിയ വീടുകൾ പലപ്പോഴും സ്വകാര്യ കിണറുകൾ, അതുപോലെ ടോയ്ലറ്റുകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. പ്രധാന തെരുവുകൾ മുറിച്ചു കടക്കുന്ന ഇടുങ്ങിയ പാതയിലൂടെയാണ് വീടുകളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്, വീടുകളും കെട്ടിടങ്ങളും. താമസ സ്ഥലങ്ങളും പൊതുകെട്ടിടങ്ങളും ഒരുമിച്ച് ഒരു തെരുവുകൾ കൊണ്ട് ഇങ്ങനെ അതിരിടുന്നൊരു വലിയ ബ്ലോക്കുകളായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. വീടുകൾ പ്രധാന പാതകളെക്കാൾ ഇടുങ്ങിയ പാതകളിലേക്കാണ് തുറന്നിരുന്നത്. സാധാരണഗതിയിൽ ഓരോ വീടിനും ഒരു കുളിമുറി, കക്കൂസ്, അതുപോലെ കിണറുകൾ ഉണ്ടായിരുന്നു. തറകൾ മണ്ണ് അല്ലെങ്കിൽ ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ചില വീടുകൾക്ക് സ്റ്റെയർ കേസുകൾ, ഗോവണികൾ ഉണ്ടായിരുന്നതായിട്ടും
കാണപ്പെട്ടിട്ടുണ്ട്. ഇത് ഉയർന്ന നിലകളെ സൂചിപ്പിക്കും. അതായത് സമൂഹത്തിൽ ഉയർന്ന വിഭാഗം ആളുകൾക്കാണ് ഗോവണികളൊക്കെ ഉള്ള ഒന്നിലധികം നിലകളുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. മോഹൻജൊദാരോയിൽ വീടുകൾ പലപ്പോഴും കേന്ദ്രമുറ്റത്തിന് ചുറ്റും ക്രമീകരിക്കുന്ന രീതി, അതായത് ഒരു നടുമുറ്റം അതിന് ചുറ്റും റൂമുകളായിട്ട് ക്രമീകരിക്കുന്ന രീതിയാണ് മോഹൻജൊദാരോയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വകാര്യത നിലനിർത്തി ചില വീടുകൾ ഒന്നിലധികം നിലകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ നടുമുറ്റം ഉണ്ടാകുന്നത് സ്വകാര്യത, പുറത്തേക്ക് അവർ ഇറങ്ങുന്നില്ല. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാണ്, അവരുടെ വീടിനകത്ത് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇനി അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സമ്പ്രദായം. ഹാരപ്പൻ നഗരങ്ങളിൽ നന്നായിട്ട് ആസൂത്രണം ചെയ്തതും കാര്യക്ഷമവുമായ അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ടെറാക്കോട്ട ഡ്രെയിൻ പൈപ്പുകൾ മലിനജലത്തെ തെരുവുകളിലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച അഴുക്കുചാലുകളിലേക്ക് തിരിച്ചുവിട്ടു. ഖരമാലിന്യം ശേഖരണത്തിന് വേണ്ടിയിട്ട് ദീർഘചതുരാകൃതിയിലുള്ള സോക്ക് പിറ്റുകളും അവർ നിർമ്മിച്ചിരുന്നു. തടസ്സങ്ങൾ നീക്കുന്നത്, അതായത് അതിനിടയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നീക്കുന്നതിന് പതിവ് അറ്റകുറ്റപ്പണികൾ നിർണായകമായിരുന്നു. ഗാർഹിക കുളിമുറികളെ പ്രധാന ഡ്രെയിനുകളുമായിട്ട്, അതായത് റോഡ് സൈഡിലുള്ള ഡ്രെയിനുകൾ അഴുക്കുചാലുകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പൊതു സംവിധാനം അവരുടെ നാഗരികതയ്ക്ക് കീഴിൽ ഉണ്ടായിരുന്നു. ഇനി ലാർജ് സ്ട്രക്ചേഴ്സാണ്, വലിയ ഘടനകൾ. ഹാരപ്പ, മോഹൻജൊദാരോ, കാളിബംഗൻ എന്നിവിടങ്ങളിൽ വലിയ നിർമ്മിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉയർന്ന മണ്ണിഷ്ടികൾ അല്ലെങ്കിൽ ചുട്ടഷ്ടികൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമുകളിലാണത് നിർമ്മിച്ചിരുന്നത്. ഇനി ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര. മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്താണ് ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ അവരുടെ ഘടന എന്ന് നമുക്ക് പറയാം. സിറ്റാഡൽ കുന്നിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണിത് നിർമ്മിച്ചിരുന്നത്. ഇത് മാറ്റുന്നതിനുള്ള രണ്ടറ്റത്തും വശത്തെ മുറികളും അവതരിപ്പിച്ചു. അതായത് രണ്ട് വശങ്ങളിലും മുറികൾ, നടുക്കൊരു കുളം, അതാണ് അതിൻ്റെ രീതി കേട്ടോ. അപ്പോൾ കുളത്തിന് ചുറ്റുമുള്ള മുറികളിൽ നിന്ന് ഒരു മുറിയിൽ കിണറാണ്. ഒരു മുറി എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സൊക്കെ മാറാൻ അങ്ങനെയുള്ള മറ്റു മുറികൾ അതിന്. അപ്പോൾ ഈ കിണറുള്ള മുറിയിൽ നിന്നുള്ള കിണറിലെ വെള്ളം കൊണ്ട് നിറച്ചതാണ് ഈ കുളം. എന്നിട്ട് ഈ കുളത്തിന് അടിയിൽ ഇഷ്ടിക പാകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഷ്ടിക പാകി കഴിഞ്ഞിട്ട് അതിന് അടിയിൽ ഹോൾ ഇട്ടിട്ട് വെള്ളം മലിനമാകുമ്പോൾ അത് അതിലൂടെ പുറത്തേക്ക് തെരുവിലുള്ള അഴുക്കുചാലുകളിലേക്ക് ഒഴുക്കി വിടും. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ വെള്ളം ഈ കിണറ്റിൽ നിന്നതിലേക്ക് നിറക്കും. അത്രയും ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയത്. അപ്പോൾ അവരുടെ രണ്ട് കാര്യങ്ങളാണ് അവരുടെ ഗ്രേറ്റ് ബാത്തിൽ. ഒന്ന് ശുചിത്വത്തിന് അവർ നൽകിയ പ്രാധാന്യം, മറ്റൊന്ന് അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം. ഇനിയൊന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണ് ശുചിത്വത്തിന് എന്ന് പറയുമ്പോൾ അവിടെ സ്നാനം മതപരമായ ഒരു ആചാരത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇനി ഗ്രാനറിയാണ്, കളപ്പുര അല്ലെങ്കിൽ ധാന്യപ്പുര എന്ന് പറയും. മോഹൻജൊദാരോയിൽ 45.71 മീറ്റർ നീളവും 15.23 മീറ്റർ വീതിയുമുള്ളൊരു വലിയ കുളിപ്പുര ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിൽ 6 കുളിപ്പുര കളപ്പുര, ധാന്യപ്പുര എന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ധാന്യപ്പുര എന്ന് പറയും, കളപ്പുര എന്നൊക്കെ കേട്ടിട്ടില്ല. അങ്ങനെ 6 കളപ്പുരകൾ ഹാരപ്പയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓരോന്നിനും ഏകദേശം 838 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. സമീപത്തുള്ള വൃത്താകൃതിയിലുള്ള ഇഷ്ടിക പ്ലാറ്റ്ഫോമുകൾ ധാന്യം മെതിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി. അവിടുത്തെ തൊഴിലാളികളും അതിനടുത്തുള്ള ആവാസ സ്ഥലങ്ങളിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇനി അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്തലും. ഹാരപ്പൻ ഉപജീവന സമ്പ്രദായം വൈവിധ്യമാർന്ന കൃഷിയിലും മൃഗസംരക്ഷണത്തിലും അധിഷ്ഠിതമായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി നഗരജനത അടുത്തുള്ള ഗ്രാമങ്ങളെ ആശ്രയിച്ചു. അതായത് നഗരങ്ങളിലെ ജനങ്ങൾ, പട്ടണങ്ങളിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ, അതായത് കൃഷിയിൽ ഏർപ്പെട്ടില്ല. അപ്പോൾ അവർ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചു. ബാർലി, ഗോതമ്പ്, കടല, കടുക്, എള്ള് തുടങ്ങിയ വിളകൾ അവർ കൃഷി ചെയ്തു. ലോത്തലിൽ നിന്നുള്ള തെളിവുകൾ നെൽകൃഷിയും സൂചിപ്പിക്കുന്നുണ്ട്. മോഹൻജൊദാരോയിൽ നിന്നുള്ള കോട്ടൺ തുണിയുടെ ഒരു ഭാഗം പരുത്തിയുടെ വളർച്ചയെയും ഉപയോഗത്തെയും സൂചിപ്പിക്കുന്നു. മൃഗാവശിഷ്ടങ്ങളിൽ ചെമ്മരിയാട്, ആട്, കൊമ്പുള്ള കന്നുകാലികൾ, കോഴി എന്നിവയുടെ വളർത്തുന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ലഭ്യമായിട്ടുള്ളത്. അതേസമയം എരുമകൾ, ആനകൾ, ഒട്ടകങ്ങൾ എന്നിവയെ വളർത്തുന്നത് അനിശ്ചിതത്വത്തിലാണ്. കണ്ടാമൃഗം, മാൻ തുടങ്ങിയ വന്യമൃഗങ്ങളെക്കുറിച്ചും ഹാരപ്പക്കാർക്ക് അറിയാമായിരുന്നു. പക്ഷേ കുതിരകളെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. ഇനി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അവരുടെ രാഷ്ട്രീയ സംഘടന. സിന്ധു നാഗരികതയുടെ രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് ഇന്ന രീതിയിലുള്ള ഒരു ഭരണമെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഹാരപ്പൻ നാഗരികതയുടെ ഭരണവർഗത്തെ പൊതുവെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭരണാധികാരികൾ, മറ്റൊന്ന് വ്യാപാരികൾ, പിന്നെ ഒന്ന് പുരോഹിതന്മാരാണ്. നഗരാസൂത്രണം, ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, തൂക്കങ്ങളും അളവുകളും എന്നിവയിൽ കാണുന്ന ഏകീകൃത രൂപം, അതായത് എല്ലാത്തിലുമുള്ള ഒരു ഐക്യം, അത് കാണുമ്പോൾ എന്താണ്, അവിടെ പൊതുവായിട്ടുള്ളൊരു ഭരണ അധികാര നേതൃത്വം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സങ്കീർണമായ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ നിർമ്മാണവും പരിപാലനവും മുനിസിപ്പൽ ഭരണത്തിൻ്റെ സൂചന
നൽകുന്നു. ഒരു മുനിസിപ്പൽ ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ്. അതുപോലെ ധാന്യപ്പുരകളുടെ നിലനിൽപ്പ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്നതും അത് സംഭരിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രാമഭരണത്തിൻ്റെ സൂചനയും നൽകുന്നുണ്ട്. ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും സ്ഥിരമായ ഡിസൈനുകളും ഉൽപ്പാദന സാങ്കേതികളും കേന്ദ്ര മേൽനോട്ടത്തെ, അതായത് ശക്തമായ കേന്ദ്രഭരണം ഉണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. 1000-ലധികം കിലോമീറ്ററുകളിലുടനീളം ശക്തമായി വ്യാപകമായ ഉൽപ്പാദനവും വിതരണവും ഭരണവർഗത്തിൻ്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു. വിവിധ നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ട സാധനങ്ങളുടെ അളവും ഗുണനിലവാരവും ഈ അതോറിറ്റി നിർണ്ണയിച്ചിരിക്കാം എന്ന് പണ്ഡിതന്മാർ ഊഹിക്കുന്നു. മോഹൻജദാരോ പോലുള്ള വലിയ നഗരങ്ങളിൽ അസംബ്ലി ഹാളുകളും ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒരു കേന്ദ്രീകൃത അധികാരത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. നഗരങ്ങളിലെ സിറ്റാഡൽ, ലോവർ സിറ്റി വിഭാഗങ്ങളായുള്ള വിഭജിക്കുന്നത് ഒരു സാമൂഹിക ശ്രേണിയെ ആണ് ചിത്രീകരിക്കുന്നത്. ഭരണവർഗം രാഷ്ട്രീയവും മതപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നു. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുത്ത നിരവധി മുദ്രകൾ വ്യാപാരികളുടെയോ പുരോഹിതരുടെയോ ഒക്കെ ഭരണാധികാരികളുടെയോ ഒക്കെ അധികാരം അതിൽ അടയാളപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. ഇതൊരു ഭരണവർഗത്തിൻ്റെ നിലനിൽപ്പിന് കൂടുതൽ അടിവ. അപ്പോൾ ഒരു ഭരണവർഗം അവിടെയുണ്ട്. കേന്ദ്രഭരണം ശക്തമാണ്, സംസ്ഥാന ഭരണം ശക്തമാണ്, ജില്ലാ ഭരണം, ഗ്രാമഭരണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വികേന്ദ്രീകരണം ആണ്. പക്ഷെ അത് നമ്മൾ ആധുനികതയിൽ ചിന്തിക്കുമ്പോൾ വികേന്ദ്രീകരണം. അപ്പോൾ അവരങ്ങനെ ഒരുപക്ഷെ എന്തായിരിക്കില്ല, ആ രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കില്ല. അപ്പോൾ എന്താവട്ടെ, അവിടെ ഒരു ശക്തമായ ഭരണം ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ ആ ഏകീകൃതയെല്ലാം കാണിക്കുന്നത്. ഇനി കലയും കരകൗശലവും. സിന്ധു നാഗരികതയിലെ കലയും കരകൗശലവും അവരെ പരസ്പര ബന്ധപ്പെട്ട ഒന്നാണ്. അവ തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. മോഹൻജദാരോയിൽ നിന്നുള്ള വെങ്കല നൃത്തരൂപം സിന്ധു കലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നായിട്ടാണ് കണക്കാക്കുന്നത്. വലത് കൈ ഇടുപ്പിലും ഇടത് കൈ താഴേക്ക് തൂക്കിയും നിരവധി വളകളാൽ അലങ്കരിച്ച നിലയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റ് ശ്രദ്ധേയമായ പുരാവസ്തുക്കളിൽ എരുമകളുടെയും കളിപ്പാട്ടങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ ഉൾപ്പെട്ടിരുന്നു. മോഹൻജദാരോയിൽ നിന്നുള്ള ഒരു പ്രധാന കലാരൂപം താടിയുള്ള ഒരു തലയാണ്. അത് പാതി അടഞ്ഞ കണ്ണുകൾ ധ്യാനം ചെയ്തിരിക്കുന്ന രൂപത്തിലാണത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി സ്റ്റീറ്റൈറ്റ് ആൻഡ് ജ്വല്ലറി. സ്റ്റീറ്റൈറ്റുകളും ആഭരണങ്ങൾ. സ്റ്റീറ്റൈറ്റ് പറഞ്ഞാൽ മഗ്നീഷ്യം സമ്പുഷ്ടമായിട്ടുള്ളൊരു ധാതുവാണ് സ്റ്റീറ്റൈറ്റ് പറയുന്നത് കേട്ടോ. സ്വർണവും വെള്ളിയും ഉപയോഗിച്ചിരുന്നെങ്കിലും മുത്തുകൾ നിർമ്മിക്കാൻ സ്റ്റീറ്റൈറ്റ് സാധാരണയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. മോഹൻജദാരോയിൽ നിന്ന് ചെറിയ വെള്ളി വിഭവങ്ങളും സ്വർണ്ണക്കൊന്ത ആഭരണങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പുരാതന കരകൗശലത്തിന് ഒരു പ്രധാന സംഭാവനയായിട്ട് കണക്കാക്കപ്പെടുന്ന സിന്ധു നദിയിലെ നഗരങ്ങളിൽ 10,000-കണക്കിലധികം മുദ്രകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മിക്ക മുദ്രകളും ചതുരാകൃതിയിലാണ്. വൃത്താകൃതിയിലുള്ള ചിലത് സ്റ്റീറ്റൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചത്. സ്റ്റീറ്റൈറ്റ് പറഞ്ഞല്ലോ മഗ്നീഷ്യം സമ്പുഷ്ടമായിട്ടുള്ള ഒരു ധാതു, അതായത് മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ധാതു കൊണ്ടാണ് കേട്ടോ. ഈ മുദ്രകളിൽ മനുഷ്യരുടെ രൂപങ്ങളും ജാമിതീയ പാറ്റേണുകളും മൃഗങ്ങൾ, അതുപോലെ അവരുടെ ലിപി എന്നിവയെക്കുറിച്ചുള്ള കൊത്തുപണികളും എല്ലാം. അവരുടെ ലിപി ഒരു എഴുത്തതിലുണ്ടായിരുന്ന മുദ്രകളിൽ, പക്ഷെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആനകൾ, കടുവകൾ, കണ്ടാമൃഗങ്ങൾ, അതുപോലെ കാളകൾ, കാട്ടുപോത്ത് എന്നീ മൃഗങ്ങളുടെ രൂപങ്ങളിൽ അത് ആ മുദ്രകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായൊരു മുദ്ര പശുപതി ദേവന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒന്നാണ്. അതായത് കൊമ്പുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ചുറ്റും കുറേ മൃഗങ്ങൾ, എന്നിട്ട് ധ്യാനത്തിലിരിക്കുന്ന, ഒരു കാൽ മറ്റേ കാലിൽ കയറ്റി വെച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ആ പശുപതി മഹാദേവൻ. അപ്പോൾ പശുപതി മഹാദേവനെ ആധുനിക ശിവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നുള്ള മൺപാത്ര അവശിഷ്ടങ്ങൾ സാധാരണ ഒരു പ്ലെയിൻ ശൈലിയിലാണ് കാണുന്നത്. ചില ഭാഗങ്ങളിൽ ഇലകൾ, ചെടികൾ, മരങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന കറുത്ത ചായം പൂശിയ അലങ്കാരങ്ങൾ മൺപാത്രങ്ങളിലുണ്ടായിരുന്നു. ഗുജറാത്തിലും രാജസ്ഥാനിലും പ്രാദേശിക വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹാരപ്പൻ മൺപാത്രങ്ങൾ പൊതുവെ ഒരു ഏകീകൃത പാറ്റേൺ പ്രദർശിപ്പിച്ചിരുന്നു. ഇനി എഴുത്തുകല, ആർട്ട് ഓഫ് റൈറ്റിംഗ്. പറഞ്ഞല്ലോ, സിന്ധു തടക്കാർക്ക് ഒരു സാക്ഷരതാ രൂപം ഉണ്ടായിരുന്നു, എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. പക്ഷേ മുദ്രകളിൽ കാണപ്പെടുന്നവരുടെ സ്ക്രിപ്റ്റ് ഇത് പ്രകടമാക്കുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാർക്ക് ഈ ലിപി ഇതുവരെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനൊരു സൂചനയുണ്ട്, ഒരു തെളിവ് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അറബി എഴുതുന്നത് പോലെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നതെന്ന് പറയപ്പെടും. ഇനി റിലീജിയനാണ്, അവരുടെ മതവിശ്വാസത്തെക്കുറിച്ച്. ഇവരുടെ മതവിശ്വാസങ്ങളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളത്. മോഹൻജദാരോയിലെ കോട്ടയിലെ വലിയ കെട്ടിടങ്ങൾ ആരാധനകളായിരിക്കാം എന്ന് കരുതപ്പെടുകയാണ്. കാരണം അവയിൽ വലിയ ശില്പങ്ങളുണ്ടായിരുന്നു, കല്ലുകൊണ്ടുള്ള ശില്പങ്ങളുണ്ടായിരുന്നു. കൂടാതെ മോഹൻജദാരോയിലെ താഴ്ന്ന നഗരങ്ങളിൽ ഒരു വലിയ കെട്ടിടത്തിൽ ഉയർന്ന പ്ലാറ്റ്ഫോമുകളിൽ 2 മനുഷ്യ ശിലാശില്പങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ മതപരമായ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നതാണെന്നാണ് ചിന്തിക്കുന്നത്. ഇനി ശിവ ഓർ പശുപതി സീൽ. നേരത്തെ പറഞ്ഞല്ലോ, സിന്ധു നാഗരികതയിലെ ആരാധന വസ്തുക്കൾ വിവിധ മുദ്രകളിലെ രൂപങ്ങളിൽ നിന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഏറ്റവും പ്രസിദ്ധമായത് ആദിശിവ അല്ലെങ്കിൽ പശുപതി എന്ന പേരിൽ അറിയപ്പെടുന്ന രൂപമാണ് എന്ന് ജോൺ മാർഷൽ പറയുന്നു. കാളയുടെ ചുറ്റും
എങ്ങനെയാണ് ധ്യാനത്തിലിരിക്കുന്ന ഒരു കാളയുടെ കൊമ്പുള്ള ശിരോവസ്ത്രം ധരിച്ച എന്താ പറയുക കടുവ, കൃഷ്ണമൃഗം എന്നിവ ചുറ്റും നിൽക്കുന്ന രൂപത്തിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന, ഒരു കാൽ മറ്റേ കാൽ കയറ്റി വെച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്ന, ഒരു ഷാൾ ഒരു കയ്യിലൂടെ എടുത്ത് മറ്റേ കയ്യിലേക്ക് ചുറ്റുവരിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിലാണ് അതിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞല്ലോ നമ്മൾ എന്താണ് ആധുനിക ശിവനോട് സാദൃശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ പശുപതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇനി മദർ ഗോഡസ് ആൻഡ് ഫെർട്ടിലിറ്റി കൾട്ട്സ്. മാതൃദേവതയും ഫെർട്ടിലിറ്റി ആരാധനാരീതിയും. മാതൃദേവതയുടെ ആരാധനയും ഫെർട്ടിലിറ്റി ആരാധനയും ഹാരപ്പൻ സൈറ്റുകളിൽ, ഹാരപ്പൻ നാഗരികതയിൽ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ശിശുക്കളെ പിടിച്ച് ഇരിക്കുന്ന അരക്കെട്ടും അതുപോലെ മാലയുമുള്ള ഒരു ടെറാക്കോട്ട രൂപം ഇങ്ങനെ അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പൈപ്പൽ മരത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്ന രൂപം മരങ്ങളെ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. 7 മനുഷ്യരൂപങ്ങൾക്കൊപ്പം ശിവനും ഇന്ത്യൻ പുരാണങ്ങളിലെ 7 ഋഷിമാരുമുള്ള ബന്ധത്തെ അത് കാണിക്കുന്നു. ഇനി മിത്തിക്കൽ ഹീറോസ് ആൻഡ് എന്താ പറയുക അനിമൽ വർഷിപ്പാണ്. പുരാതന വീരന്മാരും മൃഗ ആരാധനയും. കൊമ്പുകളും നീണ്ട വാലുകളുമുള്ള മനുഷ്യരൂപങ്ങൾ മെസൊപ്പൊട്ടേമിയയിലെ ആചാരങ്ങൾക്ക് സമാനമായ പുരാതന നായകന്മാരുടെ ആരാധനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രൂപങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ടെറാക്കോട്ട ഘടനയിലുള്ള നിരവധി മൃഗങ്ങളുടെ രൂപങ്ങൾ, കാള ഉൾപ്പെടെയുള്ള വിവിധ മൃഗങ്ങളുടെ ആരാധനയെയാണ് സൂചിപ്പിക്കുന്നത്. ആനകൾ, കാളകൾ, മറ്റ് മൃഗങ്ങൾ, മൃഗരൂപങ്ങൾ മുദ്രകളിലും കാണപ്പെട്ടിരുന്നു. കാളിബംഗനിലെ മതപരമായ ആചാരങ്ങൾ മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാരണം ഇത് കാളിബംഗന് മാത്രമുള്ള ഒരു ഇഷ്ടിക പ്ലാറ്റ്ഫോമിലാണ് ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള തെളിവുണ്ട്. ഈ അഗ്നി ബലിപീഠങ്ങൾ ചാരവും മൃഗങ്ങളുടെ അസ്ഥികളും അടങ്ങുന്ന ഇഷ്ടിക കൊണ്ട് നിരത്തിയ ഒരു കുഴിയാണ്. സമീപത്തുള്ള കിണറുകളും അതുപോലെ തന്നെ കുളിക്കുന്ന സ്ഥലങ്ങളും മൃഗബലികൾക്കും അഗ്നി ആചാരങ്ങൾക്കും ഉള്ള അത്തരത്തിലുള്ളൊരു കേന്ദ്രമായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ്. ആ ഒരു ആചാര രീതി മറ്റെവിടെയും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഇനി ബിലീഫ്സ് ഇൻ ആഫ്റ്റർ ലൈഫ്, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം. അക്കാലത്ത് ചില ശവക്കുഴികൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ, ചെമ്പ്, കണ്ണാടികൾ തുടങ്ങിയ വസ്തുക്കൾ ശവക്കല്ലറയിലും മൃതശരീരത്തോടൊപ്പം കുഴിച്ചുമൂടപ്പെട്ടിരുന്നു. മരിച്ചവരെ വടക്ക് തെക്ക് ദിശയിലാണ് കിടത്തിയിരുന്നത്. പല ഭാഗങ്ങളിലെയും കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് സിന്ധു ജനത ശവസംസ്കാരം നടത്തി എന്നാണ്. അതായത് സംസ്കാര രീതി അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്നാണ്. ഇത് മരണാനന്തര ജീവിതത്തിലുള്ളവരുടെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹാരപ്പ, ലോത്തൽ, കാളിബംഗൻ എന്നിവിടങ്ങളിൽ നിന്ന് ശ്മശാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശ്മശാന സ്ഥലങ്ങളിൽ പലപ്പോഴും മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ പോലുള്ള വസ്തുക്കൾ ശവക്കുഴികളിൽ കാണപ്പെട്ടിരുന്നു. ചിലപ്പോൾ ശവക്കുഴികളിൽ ഇഷ്ടിക അറകളും നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഒരേ സമയം സ്ത്രീയുടെയും പുരുഷൻ്റെയും ശവങ്ങൾ ഒരേ കല്ലറയിൽ 2 അറകളിലായിട്ട് കാണപ്പെട്ടിരുന്നു. സിന്ധു നാഗരികത്തിലുടനീളമുള്ള മതപരമായ ആചാരങ്ങളിലെ വ്യത്യാസം ഈ നഗര കേന്ദ്രങ്ങളുടെ സംയുക്ത സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇനി ട്രേഡ്, അവരുടെ വ്യാപാരത്തെക്കുറിച്ച്. സിന്ധു നഗരങ്ങൾ സമീപ പ്രദേശങ്ങളെയും വിദൂര പ്രദേശങ്ങളുമായിട്ട് വ്യാപാരബന്ധം പുലർത്തിയിരുന്നു. നഗരകേന്ദ്രങ്ങൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ മൊത്തമായിട്ട് നഗരങ്ങളിലേക്ക് എത്തിച്ചു. സാധാരണയായിട്ട് കാളവണ്ടികളും ബോട്ടുകളുമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. പഞ്ചാബിലെ 5 നദികളിലൂടെയുള്ള നദീതീര ഗതാഗതം അവർ നിയന്ത്രിച്ചു. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ലാപ്പിസ് ലസൂലി, എന്താ പറയുക, ഇന്ദ്രനീലക്കല്ല് എന്നാണ് കേട്ടോ. ലാപ്പിസ് ലസൂലി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല്. അതുപോലെ ടർക്കോയ്സ് തുടങ്ങിയ പല വിലയേറിയ കല്ലുകളും സമീപത്തുള്ള ഉപ്പ് ശ്രേണികളിൽ നിന്ന് ധാതു ലവണങ്ങളും അതുപോലെ സിന്ധു ജനത ശേഖരിച്ചിരുന്നു. അവർ രാജസ്ഥാനിൽ നിന്ന് ടിന്ന്, ചെമ്പ്, കാശ്മീരിൽ നിന്ന് ടിന്ന്, കർണാടകത്തിൽ നിന്ന് സ്വർണം എന്നിവ ഇറക്കുമതി ചെയ്തതായിട്ടും പറയപ്പെടുന്നു. വെള്ളി പ്രാദേശികമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മറ്റ് വിദൂര ദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. സിന്ധു നദീതട മേഖലയിലെ വ്യാപാരികൾ തികച്ചും വാണിജ്യപരമെന്നതിനേക്കാൾ ഒരു ഭരണപരമായ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുക. നമ്മൾ പറഞ്ഞല്ലോ ഭരണവിഭാഗത്തിലൊന്ന് വ്യാപാരി വർഗ്ഗമാണെന്ന് പറഞ്ഞല്ലോ. ഇനി ഫോറിൻ ട്രേഡ് ആൻഡ് ഹാരപ്പൻ സീൽസ് ആണ്. ഹാരപ്പൻ മുദ്രകളും വിദേശ വ്യാപാരവും. സിന്ധു നാഗരികതയ്ക്ക് പേർഷ്യൻ ഗൾഫ്, മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങൾ എന്നിവയുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങളായ ഉർ, നിപ്പൂർ, സൂസ, ഉമ, കിഷ് എന്നിവിടങ്ങളിൽ നിന്ന് വാണിജ്യ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഹാരപ്പൻ മുദ്രകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത ടെറാക്കോട്ട പ്രതിമകൾ, ഹാരപ്പൻ മുത്തുകൾ, തൂക്കങ്ങൾ എന്നിവ മെസൊപ്പൊട്ടേമിയ നഗരങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. 3 മെസൊപ്പൊട്ടേമിയൻ സിലിണ്ടർ മുദ്രകൾ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോത്തലിൽ നിന്നുള്ള വൃത്താകൃതിയിലുള്ള ബട്ടൺ സീലുകൾ ബഹ്റൈനിലെ തുറമുഖത്ത് വൻതോതിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. സിന്ധു നദീതട വ്യാപാരികൾ
പേർഷ്യൻ ഗൾഫ് സെറ്റിൽമെൻറ്റുകളിലേക്ക് ചരക്ക് കടത്തുകയും അവിടെ നിന്ന് മെസപ്പൊട്ടോമിയ നഗരങ്ങളിലേക്ക് കൂടുതൽ വിതരണം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അക്കാഡിലെ സർഗോൺ രാജാവ് മകൻ ദിൽമൻ, മെലൂഹ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ തൻ്റെ തലസ്ഥാനത്ത് ഡോക്കിംഗ് ചെയ്തതായിട്ട് നങ്കൂരമിട്ടതായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെലൂഹ എന്ന് പറയുന്നത് സിന്ധു മേഖലയിലെ ഒരു തീരപ്രദേശമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ സിന്ധു നദിയുമായിട്ട് വ്യാപാരം ഉണ്ടായിരുന്നു എന്നുള്ളതിന് അക്കാഡിലെ ഭരണാധികാരി തെളിവും തരുന്നുണ്ട്. ഇനി സോഷ്യൽ ഡിഫറൻസിയേഷൻ, സാമൂഹിക വ്യത്യാസം. ഹരപ്പൻ സമൂഹം മാതൃ ആധിപത്യ ഘടനയാണ് അനുകൂലിക്കുന്നത്. പുരോഹിതന്മാർ, യോദ്ധാക്കൾ, കർഷകർ, വ്യാപാരികൾ, കൊത്തുപണിക്കാർ തുടങ്ങി പല കരകൗശല തൊഴിലാളികളും ഇവരുടെ സമൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതായത് വിവിധ വിഭാഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഹാരപ്പ, ലോഥൽ എന്നിവിടങ്ങളിൽ വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളെ പരിപാലിക്കുന്ന കെട്ടിടങ്ങളും പുരാവസ്തു തെളിവുകളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാരപ്പയിലെ കളപ്പുരകൾക്ക് സമീപം തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വലിയ വീടുകൾ സമ്പന്ന വിഭാഗങ്ങളുടേതായിരിക്കാമെന്നും അതേസമയം ലളിതമായ ബാരക്ക് പോലെയുള്ള ക്വാർട്ടേഴ്സുകളിൽ തൊഴിലാളികളെയാണ് പാർപ്പിച്ചിരുന്നത് എന്നും ചിന്തിക്കുന്നു. ഹാരപ്പൻ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പ്രധാനമായിട്ടും ലഭിക്കുന്നത് ടെറാക്കോട്ട പ്രതിമകളിൽ നിന്നാണ് അല്ലെങ്കിൽ ശിലാശില്പങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൽ സ്ത്രീകൾ ആധുനിക സാരി പോലെയുള്ള അരക്ക് ചുറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ, ദുപ്പട്ട തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്പിൻഡിൽ സൂചികൾ പോലെയുള്ള ഉപകരണങ്ങളും അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നെക്ലേസുകൾ, കമ്മലുകൾ, മുത്തുകൾ, വളകൾ എന്നിവ ഉൾപ്പെടെയുള്ള പലതരം ആഭരണങ്ങൾ അവർ ധരിച്ചിരുന്നു. സമ്പന്നരായ വ്യക്തികൾ സ്വർണം, വെള്ളി, അതുപോലെ അമൂല്യമായ കല്ലുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ ധരിച്ചപ്പോൾ കുറച്ച് വിഭവങ്ങളുള്ള, അതായത് ദരിദ്രരായ ആളുകൾ ടെറാക്കോട്ട ബദലുകൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചെങ്കിൽ അതിനുവേണ്ടി ബദലായിട്ട് ടെറാക്കോട്ട നിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചു. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഹാരപ്പൻ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും കിട്ടിയിട്ടുണ്ട്. ഗവേഷകർ നൽകിയിട്ടുണ്ട്. അവർ സുഗന്ധദ്രവ്യങ്ങൾ, തേന് ചേർത്ത മധുരമുള്ള ഭക്ഷണവും ഉപയോഗിച്ചിരുന്നു. അതായത് 2 തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ വിത്തുകളുടെ സാന്നിധ്യവും അവരുടെ ഭക്ഷണത്തിൽ അതിൻ്റെ പങ്ക് അറിയിക്കുന്നു. വസ്ത്രങ്ങളെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ലഭിക്കുന്നത് ടെറാക്കോട്ട പ്രതിമകളിൽ നിന്നും മൺപാത്രങ്ങളിൽ നിന്നുമാണ്. ഹാരപ്പക്കാർ പ്രധാനമായിട്ടും പരുത്തി, കമ്പിളി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അരയിൽ ചുറ്റിയ ആധുനിക സാരിയോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഹാരപ്പൻ ജീവിതത്തിൽ വിനോദം പ്രധാനമായിരുന്നു. നൃത്തവും ഗെയിമുകളും പോലെയുള്ള ഇൻഡോർ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വേട്ടയാടൽ, മീൻപിടുത്തം പോലെയുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഹാരപ്പൻ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വളരെ ആദരണീയമായ പങ്കാണ് നൽകിയിരുന്നത്. അവർ കുടുംബത്തിലും സമൂഹത്തിലും വിലമതിക്കപ്പെട്ട ആളുകളായിരുന്നു സ്ത്രീകൾ. ഇനി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികതയുടെ തകർച്ച. ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഹാരപ്പൻ നഗരത്തിലെ തകർച്ചയെക്കുറിച്ചും ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ വ്യത്യസ്ത സിദ്ധാന്തങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ ഒരു സിദ്ധാന്തമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നോക്കാം എന്താണ് സിദ്ധാന്തങ്ങൾ. ആർ.എൽ. റൈക്സ് ഫ്ലഡ് തിയറി. ആർ.എൽ. റൈക്സിൻ്റെ വെള്ളപ്പൊക്ക സിദ്ധാന്തം. അസാധാരണമായ വെള്ളപ്പൊക്കം ഒരുപക്ഷേ ഭൂകമ്പങ്ങൾക്കൊപ്പം നഗരങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായതായിട്ട് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെടുന്നവരിൽ മൊഹൻജദാരോവിലെ തെരുവുകളിലെ കെട്ടിടങ്ങളുടെയും ചെളി മൂടിയ മണ്ണ് വെള്ളപ്പൊക്കത്തിൽ അവശേഷിച്ചതാണെന്നാണ് അവരതിന് തെളിവായിട്ട് പറയുന്നത്. ജലശാസ്ത്രജ്ഞനായ ആർ.എൽ. റൈക്സ് ഈ സിദ്ധാന്തത്തെ ശക്തമായിട്ട് പിന്തുണക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ സിദ്ധാന്തത്തെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇനി മറ്റൊരു സിദ്ധാന്തമാണ് H.T. ലാംബ്രിക്കിൻ്റെ നദീഗതിമാറ്റ സിദ്ധാന്തം. നദി ഗതിമാറി ഒഴുകിയിട്ടുള്ളതാണ് എന്നുള്ള പറയുന്ന സിദ്ധാന്തം. സിന്ധു നദിയുടെ ഗതിയിൽ വന്ന മാറ്റങ്ങളാണ് നാഗരികതയുടെ തകർച്ചയിലേക്ക് നയിച്ചതെന്നാണ് H.T. ലാംബ്രിക്ക് വാദിക്കുന്നത്. സിന്ധു അതിൻ്റെ അസ്ഥിരതയ്ക്ക് പേരുകേട്ട നദിയാണ്. അപ്പോൾ ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ജനസംഖ്യ ജലക്ഷാമം അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആത്യന്തികമായി അത് അവരെ നഗരങ്ങൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. എങ്കിലും മറ്റ് സിന്ധു നാഗരികതയുടെ തകർച്ച വിശദീകരിക്കുന്നതിന് ഈ സിദ്ധാന്തം ഒരിക്കലും യോജിച്ചതാണ്. അപ്പോൾ ഹാരപ്പയുടെ കാര്യത്തിലാവാം, മോഹൻജദാരോയുടെ കാര്യത്തിലാവാം, ഒക്കെ നദിക്കരയിലുള്ളതാണ്. പക്ഷേ എല്ലാതും അങ്ങനെ ആവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി D.P. അഗർവാൾസ് ആർഡിറ്റി തിയറി. D.P. അഗർവാളിൻ്റെ വരൾച്ച സിദ്ധാന്തം. സിന്ധു നാഗരികതയുടെ കേന്ദ്രമായ ഗഗ്ഗർ ഹക്ര നദിയുടെ വരൾച്ച വർദ്ധിച്ചതും വറ്റി വരണ്ടതും തകർച്ചയ്ക്ക് കാരണമായതായിട്ട് മറ്റൊരു സിദ്ധാന്തം പറയുന്നു. ഈ സിദ്ധാന്തത്തിൻ്റെ ശക്തനായ വക്താവായിരുന്നു D.P. അഗർവാൾ. ഈ സിദ്ധാന്തത്തെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്നത് പ്രയാസമാണ്. ഇനി മോർട്ടിമർ വീലേഴ്സ് ആര്യൻ ഇൻവേഷൻ തിയറി. മോർട്ടിമർ വീലറുടെ ആര്യൻ അധിനിവേശ സിദ്ധാന്തം.
വീലർ ആര്യൻ അധിനിവേശ സിദ്ധാന്തം നിർദ്ദേശിച്ചു. ഹാരപ്പൻ നഗരങ്ങളെ പുറത്തു നിന്നുള്ള ആക്രമണകാരികളാണ് നശിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും സിദ്ധാന്തത്തിനൊരു പ്രധാന വെല്ലുവിളി സമയരേഖയാണ്. അതായത് അവരുടെ വരവിൻ്റെ ആ സമയത്തെക്കുറിച്ചുള്ള രേഖയാണ്. സിന്ധു നാഗരികത BC 1800 അവസാനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആര്യന്മാർ BC 1500 മാത്രമാണ് എവിടെ എത്തിയത്, ഇന്ത്യയിൽ എത്തിയത് എന്ന് കണക്കാക്കുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാനില്ല, പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ഇനി മറ്റൊന്ന് ഇക്കോളജിക്കൽ ഇംബാലൻസ് ആണ്, പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ. അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായ വാൾട്ടർ ഫെയർ സർവീസും മറ്റ് പണ്ഡിതന്മാരും സിന്ധു നാഗരികതയുടെ തകർച്ച ഈ പ്രദേശത്തെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് ഫലമായിരിക്കാം എന്ന് ചിന്തിക്കുന്നു. നഗരവാസികൾക്ക് ചുറ്റുമുള്ള അർദ്ധവരണ്ട പ്രദേശങ്ങൾക്ക് വാസികളുടെയും കർഷകരുടെയും പശുപരിപാലകരുടെയും ആവശ്യങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. എങ്കിലും ഈ പ്രദേശങ്ങളിലെ മണ്ണിൻ്റെ ദീർഘകാല ഫലഭൂഷ്ഠത ഈ സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഗ്രിഗറി പോസൽ ഹാരപ്പൻ നാഗരികതയുടെ തുടർച്ചയെയും പര്യവേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന കാരണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്കിതെല്ലാം എന്താണ്, ഒരുപക്ഷെ അതിന് തകർച്ചയ്ക്ക് കാരണമായിരുന്നിരിക്കാം എന്ന രീതിയിൽ തകർച്ചയുടെ കാരണങ്ങൾ ചോദിച്ചാൽ ഈ തിയറികളായിട്ട് ഇങ്ങനെ പറയാനേ നമുക്ക് സാധ്യമാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് 2ാമത്തെ യൂണിറ്റ്. താങ്ക്സ്.